കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഒരു പത്രസമ്മേളനം നടത്തിയായിരുന്നു. അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളെക്കുറിച്ചും അതുപോലെ തന്നെ കണ്ണൂരിൽ അതുമായി കേന്ദ്രീകരിച്ച് APJ ലൈബ്രറിയുമായുള്ള ഇടപാടിനെക്കുറിച്ചുമൊക്കെ അന്ന് വൈകുന്നേരം തന്നെ APJ ലൈബ്രറിയുടെ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവനയും മീഡിയ കവറേജും കണ്ടു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അടിസ്ഥാനരഹിതമായി പറയുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇന്ന് ജില്ലാ പോലീസ് കമ്മീഷണർക്ക് APJ ലൈബ്രറിയുമായി അതിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ബൈജു അനന്തകൃഷ്ണനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തെളിവുകൾ മുഴുവൻ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. ആ തെളിവ് വ്യക്തമായ തെളിവിൽ തന്നെ പറയുന്നുണ്ട്, ഈ ബൈജു APJ ലൈബ്രറി നടത്തുന്ന ഈ പകുതി വിലക്ക് കൊടുക്കുന്ന സാധനങ്ങൾ. ഞങ്ങൾ ചോദിക്കുന്നത് APJ ലൈബ്രറി അവർക്ക് എവിടുന്നാണ് ഈ സ്രോതസ്സിൽ ഇത്തരം വാഹനങ്ങളും തയ്യൽ മെഷീനുകളും അതുപോലെ തന്നെ ലാപ്ടോപ്പുകളും ഒക്കെ പകുതി വിലക്ക് കൊടുക്കാനുള്ള സാഹചര്യം എവിടുന്ന്? അത് കേരളത്തിലെ ജനതയോടുകൂടി പ്രത്യേകിച്ചും കണ്ണൂരിലെ ജനങ്ങളോട് വ്യക്തമായി പറയണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.